ഹലോ, എന്താ വൈകിയത്? പ്രസന്റേഷൻ പാക്ക് ചെയ്തപ്പോ വൈകിപ്പോയി. വരൂ, ഞാൻ അച്ഛനെ വിളിക്കാം. ഞാൻ തന്നെ കൊടുക്കണോ? അച്ഛൻ ഇപ്പൊ അതും ഇതും പറഞ്ഞ് ചടമാക്കും. അച്ഛന് പേടിയൊന്നും മാറ്റാമോ? ഇതുപോലെ അവസരം എനിക്ക് കിട്ടിയെന്ന് വരില്ല. വന്നേ, ഒന്നിരുന്നാലും ഇല്ല. അയ്യോ, ഇതാര്? എന്താ വന്ന കാലം നിൽക്കണത്? അങ്ങോട്ട് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വളരെ അയ്യോ മുതലാളി, നമ്മുടെ പുതിയ കാറിന്റെ ചില്ല് തേങ്ങ വീണ് ഉടഞ്ഞു. നീയേ വണ്ടി തെങ്ങിന്റെ ചോട്ടിൽ നിന്ന് മാറ്റിട്ടേ. പിന്നെ മൊട്ടത്തലയൻ കൂടോത്താൻ പണി തുടങ്ങി. അവര് വന്നല്ലോ. നമസ്കാരം. ഞങ്ങൾ JK എന്റർപ്രൈസസ് മുമ്പ് ചെറിയൊരു ധാരണപശുവിന്റെ പേര് നടക്കാതെ പോയ ആ പ്രോജക്ട് നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. പക്ഷെ ഞങ്ങളുടെ വ്യവസ്ഥ നിങ്ങൾ അംഗീകരിച്ചില്ലല്ലോ. ഇതെങ്ങനെയാ? അന്ന് പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. എന്നാ അഡ്വാൻസ് കൊടുക്കുക. ഇത് 2 ലക്ഷം രൂപ അഡ്വാൻസ്. ബാക്കി കാര്യങ്ങളാണ് ഓഫീസിൽ വന്ന് സംസാരിക്കുക. എന്നാ ഓഫീസ് വെച്ച് കാണാം. എന്നാൽ നിങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, വരട്ടെ. ശരി സാർ. ശ്രീകരം പിടിച്ച പ്രതിമ കുടുംബത്തിൽ നിന്ന് പോയപ്പോ മഹാലക്ഷ്മി ഒന്ന് കയറുന്നത് കണ്ടോ? ആ പാരപ്പിള്ളയുടെ വീട്ടിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള തെളിവ് എനിക്ക് കിട്ടി. നമ്മൾ രക്ഷപ്പെട്ടു. മാറാതെ കിടന്ന എല്ലാ ബില്ലുകളും മാറി. മാത്രമല്ല 1.5 കോടിക്കുള്ള കഞ്ഞിക്കുഴി പാലത്തിന്റെ ടെൻഡറും നമുക്ക് അനുവദിച്ചു. എല്ലാം ദൈവത്തിന്റെ ഒരു മറിമായം. എന്തോ അല്ല, ഒരു മറിയും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഭഗവാനെ, ഭക്തവത്സല, എല്ലാം നിന്റെ മായ. ഹലോ, ഞാൻ അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി പേശുറേ. അറ്റപ്പാടിന്ന് മുത്തുലക്ഷ്മിയാ? ആരാ വേണ്ടത്? എൻ അൻപ കാതലൻ പ്രദീപ് മൂപ്പൻ இருக்குங்களா? പ്രദീപ് മൂപ്പനാ? ஆமா. நீங்க யாரு? தம்பியா? நான் உன்னோட அண்ணதானே. அண்ணனு கொஞ்சம் கொள்றா சின்ன தம்பி. ചേട്ടാ, അട്ടപ്പാടിന്ന് മുത്തുലക്ഷ്മി മാമി. മുത്തുലക്ഷ്മി? അയ്യോ പാവം, ഒന്നും അറിയില്ല. ഗവേഷണമാണെന്ന് പറഞ്ഞ അട്ടപ്പാടിക്ക് മുങ്ങുന്ന ഇതിനാണല്ലേ? ഹലോ, ആരാ? മനസ്സിലായില്ല. മുത്തുലക്ഷ്മിയോ? கடவுளே, நீங்க என்ன மறந்துட்டியா? நான் உன்னோட காதல் முத்துலட்சுமி. മുത്തുലക്ഷ്മിയോ? അങ്ങനെ ഒരു പെണ്ണിനെ എനിക്കറിയില്ലല്ലോ. அதெல்லாம் இப்படி எல்லாம் பேசுறது. நீ என் சிவலி பேரு பாண்டி, தீச்சட்டி கோவிந்தன். நான் உன்னோட குஷ்பு. காட்டு தேனும் காட்டு கிழங்கும் எல்லாம் சாப்பிட்டது நீ மறந்துட்டியா? பரவாயில்லை. ஆனா என்ன நீ மறந்தா நான் தூங்கி சாவும், ஆட்டி சாடி சாவும். ஆமா, சாவும் சாவும். തമിഴും മലയാളവും ഇംഗ്ലീഷും കൂടെ സംസാരിക്കുന്ന ആദിവാസിയോ? അതാരാ? നീ എന്തിനാ എന്നെ ഇങ്ങനെ മേടിച്ചു നോക്കുന്നത്? ഞാൻ ആ പെണ്ണിനെ അറിയത്തൊന്നുമില്ല. അപ്പൊ അത് ശരി, ഞാനിവിടെ ഇരുന്നത് കൊണ്ട് ഒളിച്ചു കളിച്ചാണല്ലേ? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഒരുവിധം മാറി വരിക. ആദിവാസി സ്ത്രീകളെ പീഡിപ്പിച്ചാലുള്ള ശിക്ഷ എന്താണെന്നറിയാലോ? വെറുതെ വല്ല സ്ത്രീപീഡന കേസിൽ നിന്ന് ചാർജ് ചേട്ടാ. ഇതെടുത്ത് തലയിൽ കൂടെ അടിച്ചു തന്നുണ്ടല്ലോ. ഇതെങ്ങോട്ട് വയ്ക്ക. ഇതൊന്നും കണക്കി കൊള്ളിക്കാത്ത ഫയലുകളാണല്ലോ പിള്ളേ. അത് സാർ, സിമന്റ് മൂവ്മെന്റിന്റെ രേഖകളിലും കൃത്രിമത്വമുണ്ട്. വെറുതെ അല്ല തന്നെ നാട്ടുകാർ ആന വിഴുങ്ങിന്ന് വിളിക്കുന്നത്. നാളെ 10 മണിക്ക് ഓഫീസിലെത്തണം. ഓ, Come on, take the files. We can go. ഹലോ, എഞ്ചിനീയർ സാറായിരുന്നോ? ഒന്നും പറയണ്ടല്ലോ സാറേ. ഇവിടെ ആ ഇൻകം ടാക്സുകാരന്മാരും ഉള്ളതെല്ലാം തൂത്ത് പെറുക്കിക്കൊണ്ടുപോയി. കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാനാ. കോൺട്രാക്ടുകൾ പലതും ക്യാൻസലായി. പലതീരുടെ പാലത്തിലാണെങ്കിൽ വിള്ളല്. ആകെ ഗതികേടില്ല. അല്ല, ഇപ്പൊ എന്താ വിശേഷിച്ച്? നമ്മൾ ഹൗസിംഗ് കോളേജിൽ പണിതോണ്ടിരുന്ന ഫ്ലാറ്റ് റെക്കോർഡ് എരിഞ്ഞെന്ന്. ഓ, ആന ചരിയുന്നു പിന്നെ ഫ്ലാറ്റ്. ഒന്നും മിണ്ടാതെ അപ്പുറത്ത് പോകുന്നുണ്ടോ?
ഞാൻ പോയേക്കാം. നിങ്ങൾ അകത്താകാൻ സൂക്ഷിച്ചാ മതി. ഓ ഞാൻ അകത്ത് പോയാൽ നിനക്കെന്താടി മഹിളാസവാദില്ലേ? ഓ അട്ടപ്പാടിന്ന് മുത്തലക്ഷ്മിയാണെന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരെ ശരിക്കും ഒന്ന് വരണ്ടു. തമിഴ് സിനിമയിൽ പഠിച്ച തമിഴൊക്കെ വെച്ച് കാച്ചി ഞാനൊരു ലെവലിൽ കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അവസാനം നാവിന്ന് അറിയാതൊരു ഇംഗ്ലീഷ് വീണുപോയി. ഡു യു അണ്ടർസ്റ്റാൻഡ്? അന്ന് ഫംഗ്ഷനല്ല ആ കക്ഷിയല്ലേ? ആ നിങ്ങൾ വന്ന് ചേരും കേട്ടോ. ഒന്ന് പോടി. ഉടുക്കും മിഴാവും ചേർന്ന് ഒരു ജുഗൽബന്ദി അവതരിപ്പിക്കാമെന്ന് ഞാൻ റിസർച്ച് ചെയ്തു. നീ പറഞ്ഞ കക്ഷിയിലാ വരുന്നത്? അയ്യോ, ആദിവാസികൾ ഇവിടെ എത്തിയോ? ഞങ്ങൾ ചെന്നാ പുള്ളിക്കാരനെ ഇങ്ങോട്ട് വിളിക്കാം. വെറുതെ അലമ്പുണ്ടാക്കല്ലേ. ആമ്പിള്ളേരെ കണ്ടപ്പോ അവളുടെ സകല സ്മാർട്ട്നസും പോയി. മോശം മോശം. ഏയ് അങ്ങനൊന്നുമില്ല. എന്നാ ചെല്ലേ. ഓക്കെ ഓക്കെ, വേഗം ചെല്ലേ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ? ഞങ്ങളിങ്ങനെ വെറുതെ ഐസ്ക്രീം. നീ അറിയില്ലേ നമ്മുടെ പിള്ള സാറിന്റെ മോളാ? മനസ്സിലായി. ഇരിക്കും. ഒരു ഐസ്ക്രീം പറയട്ടെ? വേണ്ട, കൂടെ ഹോസ്റ്റലിലെ ഫ്രണ്ട്സും ഉണ്ട്. അവരെയും കൂടെ വിളിച്ചോളൂ. വേണ്ട, പാട്ട് പാടുമല്ലേ? അത്യാവശ്യം. ആര് പറഞ്ഞു? ടിവിയില് ആദിവാസി പാട്ടുണ്ടായിരുന്നു ഇന്നലെ. കണ്ടോ? നന്നായിരുന്നു. താങ്ക്സ്. ഏയ് അട്ടപ്പാട് മുത്തലക്ഷ്മി, ശീഘ്രം വാങ്ങോ.